നമസ്കാരം. ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു. സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. അബുദാബിയിൽ ഗതാഗത പിഴകൾ പലിശരഹിത തവണകളായി അടയ്ക്കാൻ സംവിധാനമൊരുക്കി സംയോജിത ഗതാഗത കേന്ദ്രം. കുറഞ്ഞത് 3000 ദിർഹം പിഴയുള്ളവർക്കാണ് ആനുകൂല്യം ലഭിക്കുക. തെരഞ്ഞെടുത്ത ബാങ്കുകളിലെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സേവനം ഉപയോഗപ്പെടുത്താനുമാകും. അബുദാബി മുനിസിപ്പാലിറ്റി ആൻഡ് ട്രാൻസ്പോർട്ട്സ് വകുപ്പിന്റെ ഇന്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സെന്ററാണ് പ്രവാസികൾ ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് ഗുണകരമാകുന്ന തീരുമാനം പ്രഖ്യാപിച്ചത്. ഈസി പേയ്മെന്റ് സംവിധാനത്തിലൂടെ ട്രാഫിക് പിഴകൾ ഇനി പലിശരഹിത തവണകളായി അടയ്ക്കാനുള്ള സംവിധാനമാണ് അധികൃതർ ഒരുക്കിയിരിക്കുന്നത്. ഫസ്റ്റ് അബുദാബി ബാങ്ക്, അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക്, എമിറേറ്റ്സ് ഇസ്ലാമിക് ബാങ്ക് എന്നിവയിൽ നിന്നുള്ള ക്രെഡിറ്റ് കാർഡ് ഉടമകൾക്ക് ഈസി പേയ്മെന്റ് സേവനം പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഈ വർഷം ആദ്യ പകുതിയോടെ കൂടുതൽ ബാങ്കുകളെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി. കുറഞ്ഞത് 3000 ദിർഹം പിഴത്തുകയുള്ള ഉപഭോക്താക്കൾക്കാണ് സേവനം ഉപയോഗപ്പെടുത്താനാവുക. 3, 6, 9 മാസങ്ങളിലായി നിശ്ചിത കാലയളവുകളിൽ പിഴ അടയ്ക്കാൻ സാധിക്കും. താം സേവന കേന്ദ്രങ്ങൾ അബുദാബി സിറ്റി മുനിസിപ്പാലിറ്റിയുടെയും അലൈൻ സിറ്റി മുനിസിപ്പാലിറ്റിയുടെയും ആസ്ഥാനങ്ങളിലുള്ള ഉപഭോക്തൃ കേന്ദ്രങ്ങൾ എന്നിവ മുഖേനയും ഉപഭോക്താക്കൾക്ക് സേവനം പ്രയോജനപ്പെടുത്താമെന്നും അധികൃതർ വ്യക്തമാക്കി. 24 അബുദാബി. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി, സഹമന്ത്രി വി മുരളീധരൻ എന്നിവർ മദീന സന്ദർശിച്ചു. നേരത്തെ മുസ്ലിം മതസ്ഥർക്ക് മാത്രമായിരുന്നു മദീനയിൽ പ്രവേശനം. ഇന്ത്യയിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരുടെ സന്ദർശനം ചരിത്രപരമെന്നാണ് വിലയിരുത്തൽ. കേന്ദ്രമന്ത്രിമാരായ സ്മൃതി ഇറാനി, വി മുരളീധരൻ എന്നിവരുടെ മദീന സന്ദർശനത്തിന് ഏറെ ചരിത്ര പ്രാധാന്യമുണ്ട്. ഒരു കാലത്ത് മുസ്ലിങ്ങൾക്ക് മാത്രം പ്രവേശനം അനുവദിച്ചിരുന്ന മദീനയിലെ ഹറം പള്ളി പരിസരത്തേക്ക് ഇപ്പോൾ ഇതര മതസ്ഥർക്കും പ്രവേശനം നൽകുന്നു എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് മന്ത്രിമാരുടെ സന്ദർശനം. സമീപകാലത്ത് സൗദിയിലുണ്ടായ സാമൂഹികപരമായ മാറ്റങ്ങളാണ് ഇതിനുള്ള വഴിയൊരുക്കിയത്. ചരിത്രപരമായ സന്ദർശനം എന്നാണ് സ്മൃതി ഇറാനി ഈ സന്ദർശനത്തെ വിശേഷിപ്പിച്ചത്. ജിദ്ദയിൽ നിന്നും ഹറമൈൻ എക്സ്പ്രസ് ട്രെയിനിലാണ് മന്ത്രിമാർ മദീനയിലെത്തിയത്. മദീനയിൽ പ്രവാചകന്റെ പള്ളിയായ മസ്ജിദ് നബവി പരിസരത്തും ഇസ്ലാമിലെ ആദ്യത്തെ പള്ളിയായ മസ്ജിദുൽ ഖുബ പരിസരത്തും ചരിത്രപരമായ യുദ്ധത്തിന് വേദിയായ ഉഹുദ് പർവ്വതവും മന്ത്രിമാർ സന്ദർശിച്ചു. മദീന സന്ദർശനത്തിനെത്തിയ തീർത്ഥാടകരുമായി മന്ത്രിമാർ കുശലാന്വേഷണം നടത്തി. ഹജ്ജിനെത്തുന്ന ഇന്ത്യൻ തീർത്ഥാടകർ താമസിക്കുന്ന കെട്ടിടങ്ങൾ സന്ദർശിച്ചു. മദീനയിലെ ഹജ്ജ് വളണ്ടിയർമാരുമായും കമ്മ്യൂണിറ്റി പ്രതിനിധികളുമായും കൂടിക്കാഴ്ച നടത്തി. മദീനയെക്കുറിച്ച് ചില കേന്ദ്രങ്ങളിൽ പ്രചരിക്കപ്പെടുന്ന തെറ്റിദ്ധാരണകൾക്കുള്ള മറുപടി കൂടിയാണ് മന്ത്രിമാരുടെ സന്ദർശനം. ഇതര മതസ്ഥരായ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശികൾ ഇപ്പോൾ മദീനയിൽ ജോലിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. ജലീൽ കടമകലം, 24 ജിദ്ദ. സൗദി സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും സഹമന്ത്രി വി മുരളീധരനും ഇന്ത്യൻ കമ്മ്യൂണിറ്റി പ്രതിനിധികളുമായി സംവദിച്ചു. ഹജ്ജ് തീർത്ഥാടകർക്ക് സേവനം നൽകുന്ന സന്നദ്ധ പ്രവർത്തകരെ അഭിനന്ദിച്ചു. ഇന്ത്യ സൗദി ഹജ്ജ് കരാർ ഒപ്പുവെച്ചതിന് ശേഷം കേന്ദ്രമന്ത്രിമാരായ സ്മൃതി ഇറാനിയും വി മുരളീധരനും ഹജ്ജുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ വിലയിരുത്തുകയും സേവനം മെച്ചപ്പെടുത്താനാവശ്യമായ നിർദ്ദേശങ്ങൾ സ്വരൂപിക്കുകയും ചെയ്തു. ജിദ്ദയിലെ റിച്ച് കാർട്ടൺ ഹോട്ടലിൽ വെച്ച് മന്ത്രിമാർ ഹജ്ജ് വളണ്ടിയർമാരുൾപ്പെടെയുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റി പ്രതിനിധികളുമായും സൗദി ഇന്ത്യൻ ബിസിനസ് പ്രതിനിധികളുമായും സംവദിച്ചു. കഴിഞ്ഞ വർഷം ഹജ്ജ് നിർവഹിച്ച ഇന്ത്യക്കാരിൽ 47% വനിതാ തീർത്ഥാടകരായിരുന്നു. ഇതിൽ 4000-ലേറെ മഹ്റം കൂടെയില്ലാത്ത സ്ത്രീകളായിരുന്നു. ഈ വർഷം കൂടുതൽ സ്ത്രീകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ഹജ്ജ് വളണ്ടിയർമാർ ഇത്തവണ ഉണ്ടാകുമെന്നും സ്മൃതി ഇറാനി പറഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ സൗദിയിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കൂടുതൽ വനിതാ ഹജ്ജ് വളണ്ടിയർമാർ ഉണ്ടാകണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. Where women without mahram, without a male companion, were allowed to travel for Hajj for the first time under the Prime Minister's leadership. That 4,334 women, to be precise, travelled last year gives us reason not only to celebrate, but additionally of all the pilgrims who came to the Holy Land in the year 2023, 47% were women. And my special request to the diaspora, we are hoping this year to have an enhanced number of female pilgrims and look forward to female volunteers from the community to help make their journey more comfortable. ഇന്ത്യ സൗദി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ പ്രവാസികൾ നിർവഹിച്ച പങ്ക് ഏറെ നിർണായകമാണെന്ന് വി മുരളീധരൻ പറഞ്ഞു. കമ്മ്യൂണിറ്റി പ്രതിനിധികളുടെ ചോദ്യങ്ങൾക്ക് മന്ത്രിമാരും ഇന്ത്യൻ സ്ഥാനപതിയും മറുപടി നൽകി. ഇന്ന് മന്ത്രിമാർ മദീന സന്ദർശിക്കുകയും ഹജ്ജ് സന്നദ്ധ പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. സ്മൃതി ഇറാനിയുടെയും മുരളീധരന്റെയും മദീന സന്ദർശനം സാമൂഹിക മേഖലയിൽ സമീപകാലത്ത് സൗദിയിലുണ്ടായ വലിയ മാറ്റങ്ങളുടെ പ്രധാനപ്പെട്ട ഉദാഹരണം കൂടിയാണ്. മലേഷ്യൻ മതകാര്യമന്ത്രി, തുർക്കി മതകാര്യ വിഭാഗം പ്രസിഡന്റ് എന്നിവരുമായി സ്മൃതി ഇറാനി ജിദ്ദയിൽ കൂടിക്കാഴ്ച നടത്തി. സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം ജിദ്ദയിൽ സംഘടിപ്പിക്കുന്ന ഹജ്ജ് കോൺഫറൻസിൽ പങ്കെടുത്തു. യുനെസ്കോ പൈതൃക പട്ടികയിൽപ്പെട്ട ജിദ്ദ ബലദിലെ ചരിത്ര കേന്ദ്രവും മ്യൂസിയവും മന്ത്രിമാർ സന്ദർശിച്ചു. ജിദ്ദയിലെ ഹജ്ജ് ടെർമിനലിൽ സന്ദർശനം നടത്തുകയും ചെയ്തു. ജലീൽ കടമകലം, 24 ജിദ്ദ.
കാറുകൾക്കിടയിൽ പ്രത്യേകം സ്ഥാപിച്ച് പെട്ടിയിൽ കിടന്ന് UAE-യിലേക്ക് കടക്കാൻ ശ്രമിച്ച 2 പേർ പിടിയിൽ. ഷാർജ കസ്റ്റംസാണ് നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തിയത്. അതിർത്തിയിൽ വെച്ചുള്ള പരിശോധനയിലാണ് രാജ്യത്തേക്ക് അനധികൃതമായി കടക്കുകയായിരുന്ന യുവാക്കളെ പിടികൂടിയത്. വാഹനങ്ങളുടെ പുറകുവശത്ത് പ്രത്യേകമായി ഇരുമ്പ് പെട്ടി സ്ഥാപിച്ച് അതിൽ ഒളിച്ചിരുന്ന് രാജ്യത്തേക്ക് കടക്കാനായിരുന്നു ഇവർ ശ്രമിച്ചിരുന്നത്. ഹൈടെക് എക്സ്റേ സ്കാനറുകൾ ഉപയോഗിച്ചുള്ള കസ്റ്റംസിന്റെ പരിശോധനയിലാണ് യുവാക്കളെ കണ്ടെത്തിയത്. 2 വാഹനങ്ങളുടെയും പിൻഭാഗം പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത്. കേവലം 2 അടി മാത്രം വലിപ്പമുള്ള പെട്ടിയിൽ ഞെരുങ്ങിക്കിടക്കുകയായിരുന്നു ഇവർ. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോയും അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട്. അതിർത്തികളിൽ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടപ്പാക്കി വരുന്നതെന്നും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഷാർജ കസ്റ്റംസ് ടെർമിനൽ ആൻഡ് ബോർഡർ പോയിന്റ്സ് അഫയേഴ്സ് ഡയറക്ടർ മുഹമ്മദ് ഇബ്രാഹിം അൽ റൈസി വ്യക്തമാക്കി. പിടികൂടിയവർക്ക് രാജ്യത്തേക്ക് കടക്കാനുള്ള ഔദ്യോഗിക രേഖകൾ ഇല്ല എന്ന് പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. ഇതോടെ വാഹനങ്ങളുടെ ഡ്രൈവർമാരടക്കം 4 പേരെയും തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറിയതായും അധികൃതർ അറിയിച്ചു. 24 ഷാർജ. സൗദി ദമാമിലെ തിരുവനന്തപുരം സ്വദേശികളുടെ കൂട്ടായ്മയായ തിരുവനന്തപുരം പ്രവാസി അസോസിയേഷൻ കലാവിരുന്ന് സംഘടിപ്പിക്കുന്നു. സംഘടനയുടെ 11ാം വാർഷികത്തോടനുബന്ധിച്ചാണ് സ്റ്റാർ നൈറ്റ് 2024 എന്ന പേരിൽ കലാവിരുന്നൊരുക്കുന്നത്. വെള്ളിയാഴ്ച അൽഖോബാർ ഹോളിഡേ ഇന്നിൽ നടക്കുന്ന പരിപാടിയിൽ പ്രശസ്ത പിന്നണി ഗായകർ ഉൾപ്പെടെ പങ്കെടുക്കും. സൗദി കിഴക്കൻ പ്രവിശ്യയിൽ കഴിഞ്ഞ 11 വർഷമായി പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം നിവാസികളുടെ കൂട്ടായ്മയായ തിരുവനന്തപുരം പ്രവാസി അസോസിയേഷൻ ട്രിപ്പയാണ് 11ാം വാർഷികത്തോടനുബന്ധിച്ച് സ്റ്റാർ നൈറ്റ് 2024 എന്ന പേരിൽ കലാവിരുന്നിനായി ഒരുങ്ങുന്നത്. വെള്ളിയാഴ്ച അൽഖോബാർ ദഹ്റാൻ റോഡിലെ ഹോളിഡേ ഇന്നിൽ അരങ്ങേറുന്ന പരിപാടിയിൽ പ്രശസ്ത പിന്നണി ഗായകരായ ബിജു നാരായണൻ, നാരായണി ഗോപൻ, അതുൽ നറുകര എന്നിവരും ഫ്ലവേഴ്സ് TV കോമഡി താരങ്ങളായ തങ്കച്ചൻ വിതുര, അഖിൽ കവലിയൂർ, സൗമ്യ ഭാഗ്യാൻ പിള്ള എന്നിവരും ഇൻസ്ട്രുമെന്റ് ഫ്യൂഷൻ ഒരുക്കാനായി ചെമ്മീൻ ബാൻഡിലൂടെ പ്രശസ്തരായ നിതിൻ രാജ്, സജീവ് ജോബ് എന്നിവരും അണിനിരക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ER ഇവന്റിന്റെ സഹായത്താൽ GAയുടെ അംഗീകാരത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പാസിലൂടെയാണ് പരിപാടിയിലുള്ളക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷോയിലേക്ക് എത്തുന്ന എല്ലാവർക്കും കലാപരിപാടികൾ സുഖമായി കാണാനും ആസ്വദിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുമെന്നും സംഘാടകർ അറിയിച്ചു. മുൻകാലങ്ങളിൽ ദമാമിലെ കലാസ്നേഹികൾ നൽകിയ പ്രോത്സാഹനവും സഹകരണവുമാണ് ട്രിപ്പയുടെ വിജയമെന്നും സ്റ്റാർ നൈറ്റ് 2024 തുടർന്നും പ്രതീക്ഷിക്കുന്നതായും ഭാരവാഹികൾ അറിയിച്ചു. സുബൈറുദ്ദീനൂർ, 24 ദമാം. സൗദി അറേബ്യൻ തെലുങ്ക് അസോസിയേഷനും ഗ്ലോബൽ ഇന്ത്യൻ ഫോറവും ചേർന്ന് ഖമേഷ് മുഷൈത്തിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സീസൺ 3 സംഘടിപ്പിച്ചു. ലന അഡ്വാൻസ്ഡ് ഇന്റർനാഷണൽ സ്കൂൾ, അൽ ജനൂബ് ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും അസീർ, ജിസാൻ, നിജ്റാൻ തുടങ്ങിയ സ്ഥലങ്ങളിലെ കലാകാരന്മാരും വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി നിരവധി മത്സരങ്ങൾ ഉണ്ടായിരുന്നു. അഷ്റഫ് കുറ്റിച്ചൽ, ജലീൽ ഇല്ലിക്കൽ, ബിജു കെ നായർ, മൗസൂം മറയ്ക്കൽ, ഡോക്ടർ റിയാസ്, സബീന ഫാറൂഖി, ബഷീർ മുന്നിയൂർ തുടങ്ങിയവർക്ക് കമ്മ്യൂണിറ്റി അവാർഡുകൾ വിതരണം ചെയ്തു. സൗദിയിൽ ഖമീസ് മിലിറ്ററി സിറ്റി പ്രവാസി കൂട്ടായ്മ സംഘടിപ്പിച്ച 3ാമത് കേരള ക്രിക്കറ്റ് ടൂർണമെന്റ് സമാപിച്ചു. ലന സ്കൂൾ പ്രൈസ് മണിയും ചാമ്പ്യൻസ് ട്രോഫിയും അൽ നമാൻ ക്രിക്കറ്റ് ക്ലബ്ബ് കരസ്ഥമാക്കി. ഇന്ത്യൻ കോൺസുലേറ്റ് കമ്മ്യൂണിറ്റി വിഭാഗം പ്രതിനിധി അഷ്റഫ് കുറ്റിച്ചൽ ട്രോഫിയും ക്യാഷ് അവാർഡും കൈമാറി. മേഖലയിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 7 ടീമുകളെ പങ്കെടുപ്പിച്ച് നടത്തിയ ടൂർണമെന്റ് 2 മാസം നീണ്ടുനിന്നു. രാജസ്ഥാൻ റോയൽസ് 2ാം സ്ഥാനം കരസ്ഥമാക്കി. സനിൽ ഏലിയാസ്, ഇബ്രാഹിം, ഷൈജു, നിബിൻ, പൗലോസ്, ഇമ്രാൻ, ഫാറൂഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സൗദിയിലെ ഹാലിൽ റിസാല സ്റ്റഡി സർക്കിൾ കോൺഫറൻസിയ എന്ന പേരിൽ സമ്മേളനം സംഘടിപ്പിച്ചു. വിഭവം കരുതണം, വിപ്ലവം ആകണം എന്ന പ്രമേയത്തിൽ 1000-ലധികം കേന്ദ്രങ്ങളിൽ നടക്കുന്ന യൂണിറ്റ് സമ്മേളനങ്ങളുടെ ഭാഗമായിരുന്നു പരിപാടി. സംഘടനയുടെ 30ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് സമ്മേളനങ്ങൾ. ഹബീബ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മുൻ മന്ത്രിയും MLA-യുമായ അഹമ്മദ് ദേവർകോവിൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഷാജഹാൻ അസ്ലമി അധ്യക്ഷനായി. അഫ്സൽ കായംകുളം പ്രഭാഷണം നടത്തി. വിവിധ സംഘടനാ പ്രതിനിധികൾ സംസാരിച്ചു. നൌഫൽ പാറക്കുന്ന്, ഷെരീഫ് കൊല്ലം തുടങ്ങിയവർ നേതൃത്വം നൽകി. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ മലയാളി ഡോക്ടേഴ്സ് അസോസിയേഷൻ ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. ദമാം ഓഷ്യാന ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഉസ്മാൻ മലയിൽ അധ്യക്ഷനായി. ഡോക്ടർ അബ്ജിത്ത് പുതുവത്സര സന്ദേശം നൽകി. മുഖ്യ രക്ഷാധികാരി ഡോക്ടർ ബിജു വർഗീസ്, ഡോക്ടർ ആഷിഖ്, ഡോക്ടർ അജി വർഗീസ്, ഡോക്ടർ യാസ്മിൻ ഇബ്രാഹിം, ഡോക്ടർ റബീബ് എന്നിവർ ആഘോഷത്തിന് ആശംസയറിയിച്ചു. സെക്രട്ടറി ഡോക്ടർ ഇസ്മായിൽ സ്വാഗതവും ട്രഷറർ ഡോക്ടർ റാമിയ രാജേന്ദ്രൻ നന്ദിയും പറഞ്ഞു.
കുവൈറ്റിൽ സ്വദേശികൾക്ക് ഗാർഹിക തൊഴിലാളികളെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള നിരക്ക് വർദ്ധിപ്പിച്ചു. വാണിജ്യ തൊഴിൽക്കാര്യ മന്ത്രിയാണ് ഉത്തരവിറക്കിയത്. ഇന്ത്യ ഉൾപ്പെടെ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഒരു ഗാർഹിക തൊഴിലാളിയെ കുവൈറ്റിലെത്തിക്കാൻ വിമാന ടിക്കറ്റ് അടക്കം സ്വദേശിക്ക് ഏകദേശം 750 ദിനാർ ചിലവ് വരും. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റിന് 575 ദിനാർ വേണം. സ്പോൺസർ നേരിട്ട് ഗാർഹിക തൊഴിലാളിയെ കൊണ്ടുവരുന്നതിന് 350 ദിനാറാണ് പുതുക്കി നിശ്ചയിച്ച നിരക്ക്. കൂടാതെ ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിന് ഉത്തരവാദിത്തപ്പെടുന്ന കമ്പനികൾ സ്വദേശികളുമായി പണമിടപാടുകൾ നടത്തുന്നത് കെനെറ്റ് സംവിധാനത്തിലൂടെ മാത്രമായിരിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. കുവൈറ്റിൽ ഈ വർഷം ആദ്യ 5 ദിവസത്തിനുള്ളിൽ 1000-ലധികം താമസ നിയമ ലംഘകരെ അറസ്റ്റ് ചെയ്തു. വിവിധ രാജ്യക്കാരായവരെ നാടുകടത്തൽ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. വരും ദിവസങ്ങളിൽ നടപടി പൂർത്തിയാക്കി അവരവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കുവൈറ്റിൽ സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് മറ്റ് സ്ഥാപനങ്ങളിൽ പാർട്ട് ടൈം ജോലി ചെയ്യാൻ മാർഗനിർദ്ദേശങ്ങളുമായി പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ. പാർട്ട് ടൈം ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിന്റെ വെബ്സൈറ്റിൽ ആവശ്യമായ വിവരങ്ങൾ നൽകണം. നിലവിലെ സ്പോൺസറിൽ നിന്നുള്ള അംഗീകാരവും പാർട്ട് ടൈം ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തൊഴിലുടമയുടെ അംഗീകാരവും ലഭിച്ച ശേഷമാണ് അനുമതി നൽകുക. വിദേശ തൊഴിലാളികളെ പാർട്ട് ടൈം ജോലി ചെയ്യാൻ അനുവദിക്കാൻ ഈ മാസം ആദ്യമാണ് തീരുമാനമായത്. വാർത്തകളിലേക്ക് തിരികെ. ബിൽക്കിസ് ബാനോ കേസിൽ ഗുജറാത്ത് സർക്കാരിന് തിരിച്ചടി. ബിൽക്കിസ് ബാനോ കേസിൽ ഗുജറാത്ത് സർക്കാരിന് കനത്ത തിരിച്ചടി. 11 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയ ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കി. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് പുറപ്പെടുവിച്ച വിധി നിയമവിരുദ്ധവും നിലനിൽക്കാത്തതുമാണെന്ന് ജസ്റ്റിസ് BV നാഗരത്ന അധ്യക്ഷനായ ബെഞ്ച് വിധിച്ചു. പ്രതികളുമായി ഗുജറാത്ത് സർക്കാർ ഒത്തുകളിച്ചെന്നും കോടതികളെ അടക്കം തെറ്റിദ്ധരിപ്പിച്ചുവെന്നും വിധി പറഞ്ഞ ബെഞ്ച് വിമർശിച്ചു. പ്രതികൾ 2 ആഴ്ചയ്ക്കകം കീഴടങ്ങണം. അതിജീവിതയുടെ അവകാശങ്ങളെപ്പറ്റി ഭരണകൂടത്തെ ഓർമ്മിപ്പിക്കുന്നതായി സുപ്രീംകോടതിയുടെ ഈ സുപ്രധാന വിധി. മാനസിക പരിവർത്തനമുണ്ടായ കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് അനുവദിക്കുന്ന 1992 നയം ചൂണ്ടിക്കാട്ടിയാണ് ബിൽക്കിസ് ബാനോ കേസിലെ 11 കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകി ഗുജറാത്ത് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഗുജറാത്ത് സർക്കാരിന്റെ ഈ തീരുമാനം ഉചിതമല്ല, നിയമതാൽപര്യങ്ങൾക്ക് വിരുദ്ധവും അധികാര ദുർവിനിയോഗവുമാണ്. വിചാരണ നടന്നത് മഹാരാഷ്ട്രയിൽ. ശിക്ഷാ ഇളവ് പരിഗണിക്കേണ്ട സർക്കാർ അതുകൊണ്ട് തന്നെ ഗുജറാത്തല്ല. പ്രതികളെ മോചിപ്പിക്കാൻ ഇല്ലാത്ത അധികാരം ഉപയോഗിക്കുകയായിരുന്നു ഗുജറാത്ത് സർക്കാർ. CRPC 432 അനുസരിച്ച് വിടുതലപേക്ഷയിൽ തീരുമാനമെടുക്കുമ്പോൾ വിചാരണ കോടതി ജഡ്ജിയുടെ അഭിപ്രായം തേടണം. ഇവിടെ അതുണ്ടായില്ല. 2022 സുപ്രീംകോടതി വിധിയാണ് സംസ്ഥാന സർക്കാരും പ്രതികളും സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. ശിക്ഷിക്കപ്പെട്ടവരിൽ ഒരാളായ R ഭഗവൻദാസ് ഷായുടെ മോചനത്തിന് 92 നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 2 മാസത്തിനകം തീരുമാനമെടുക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു. കോടതിയെ സർക്കാർ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടാണ് ഇത്തരമൊരു തെറ്റായ വിധിയുണ്ടായത്. രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ ഈ കേസിൽ പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ചത് നിലനിൽക്കുമെന്നും കോടതി പറഞ്ഞു. പ്രതികളോട് 2 ആഴ്ചയ്ക്കകം കീഴടങ്ങാനും കോടതി നിർദ്ദേശിച്ചു. 56 മിനിറ്റും 20 സെക്കൻഡും എടുത്ത് വിധിപ്രഖ്യാപനം പൂർത്തിയാക്കുമ്പോൾ പ്രതികൾ ജയിലിലേക്ക് മടങ്ങിയേ മതിയാകൂ എന്ന കർശന നിലപാടാണ് സുപ്രീം കോടതി സ്വീകരിച്ചത്. പുറത്തുനിന്ന് മഹാരാഷ്ട്ര സർക്കാരിന് പുതിയ വിടുതൽ അപേക്ഷ നൽകാൻ അനുവാദം നൽകണം എന്ന പ്രതികളുടെ ആവശ്യം തള്ളിയായിരുന്നു കോടതിയുടെ നിലപാട്. സുപ്രീം കോടതിയിൽ നിന്നും R രാധാകൃഷ്ണൻ, 24. സ്ത്രീ ശാക്തീകരണ നയങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുഖ്യ വിഷയമാക്കാൻ ഒരുങ്ങുന്ന BJPക്ക് രാഷ്ട്രീയമായി കനത്ത തിരിച്ചടിയാണ് ബിൽക്കിസ് ബാനോ കേസിലെ സുപ്രീം കോടതി വിധി. കുറ്റവാളികളുടെ രക്ഷാധികാരി ആരെന്ന് വ്യക്തമായതായി രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. പ്രതികളെ പരിധിവിട്ട് സഹായിച്ചത് എന്തിനെന്ന് BJP വിശദീകരിക്കണമെന്ന് ഹർജിക്കാരിൽ ഒരാളായ CPM പൊളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി 24 പറഞ്ഞു. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വനിതാ യുവ വോട്ടുകളാണ് BJPയുടെ ലക്ഷ്യം. വനിതാ സംവരണ ബില്ല് ഉൾപ്പെടെ സ്ത്രീക്ഷേമ നയങ്ങൾ മുൻനിർത്തി പ്രചാരണ പദ്ധതി തയ്യാറാക്കുന്നതിനിടെ ബിൽക്കിസ് ബാനോ കേസിലെ സുപ്രീം കോടതി വിധി രാഷ്ട്രീയമായും ധാർമ്മികമായും BJPയെ ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷത്തിന് ആയുധം നൽകുന്നതാണ്. ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് ഗുജറാത്തിലെ BJP സർക്കാർ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയതെന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. പ്രതികളെ BJP നേതാക്കൾ മാലയിട്ട് സ്വീകരിച്ചതും വിവാദമായിരുന്നു. ബലാത്സംഗ കേസിലെ പ്രതികളെ രക്ഷിക്കാൻ ഗുജറാത്ത് സർക്കാർ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചെന്ന സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം പ്രതിപക്ഷ ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ്. The bigger question is, why did this Gujarat government, the BJP government of Gujarat, go to such lengths to give remission to these criminals who had committed a crime against humanity when it was not even within its jurisdiction to give that remission? കുറ്റവാളികളുടെ രക്ഷാധികാരി ആരെന്ന് സുപ്രീം കോടതി വിധിയോടെ വ്യക്തമായതായി രാഹുൽ ഗാന്ധി. ഗുജറാത്ത് കലാപത്തിലെ ഇരകൾക്കായി ശക്തമായി ഇടപെടൽ നടത്തിയ സാമൂഹ്യ പ്രവർത്തക ടീസ്റ്റ സെത്തൽവാദ്
ഗൂഢാലോചന കേസ് നേരിടുന്നതിനിടെ ബൽക്കിസ് ബാനോ കേസിൽ സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടൽ സുപ്രീംകോടതി അംഗീകരിച്ചു എന്നതും ശ്രദ്ധേയമാണ്. 24 ഡൽഹി. കലാകിരീടം കണ്ണൂരിന്. അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കനക കിരീടം ചൂടി കണ്ണൂർ. 952 പോയിന്റോടെയാണ് കണ്ണൂർ ഒന്നാമതെത്തിയത്. 949 പോയിന്റുമായി കോഴിക്കോട് രണ്ടാം സ്ഥാനം നേടി. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, നടൻ മമ്മൂട്ടി, മന്ത്രിമാരായ വി ശിവൻകുട്ടി, കെ എൻ ബാലഗോപാൽ എന്നിവരിൽ നിന്ന് ജേതാക്കൾ ട്രോഫികൾ ഏറ്റുവാങ്ങി. കോഴിക്കോടോ കണ്ണൂരോ എന്ന ചോദ്യം അവസാനം വരെ നീണ്ടു. ഉത്തരം ലഭിച്ചത് ഹൈസ്കൂൾ നാടക മത്സരത്തിലെ അപ്പീലിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസം രാത്രി അവസാനിച്ച മത്സരത്തിൽ കണ്ണൂർ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അരങ്ങിലെത്തിച്ച വേദി എന്ന നാടകത്തിന് വിധികർത്താക്കൾ ഗ്രേഡൊന്നും നൽകിയില്ല. അപ്പീലിൽ എ ഗ്രേഡ് ലഭിച്ചു. അതോടെ സ്വർണ്ണക്കപ്പ് തിരികെ കൊണ്ടുപോകാമെന്ന കോഴിക്കോടിന്റെ കണക്കുകൂട്ടൽ തെറ്റിച്ച് കണ്ണൂർ ഒന്നാമതെത്തി. കൊല്ലത്ത് ഇത്ര ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചതിന് സംഘാടകരോടും ഇത്രയേറെ സഹകരണത്തോടെ ഇത്രയുടെ ആവേശത്തോടുകൂടി ഇതിൻ്റെ പരിസമാപ്തി കാണുവാനും ഈ ഉത്സവങ്ങൾ കാണുവാനും മത്സരങ്ങൾ കാണുവാനും ഒരു പരിമിതികളുമില്ലാതെ അവരെ പ്രോത്സാഹിപ്പിച്ച് കിരീടം ചാർത്തുവാനും പ്രോത്സാഹിപ്പിച്ച ഇവിടുത്തെ ജനങ്ങളോടുകൂടി നന്ദി പറയേണ്ടതുണ്ട്. കാരണം കൊല്ലംകാർക്കല്ല ഇവിടെ സമ്മാനം കിട്ടിയിരിക്കുന്നത്, കണ്ണൂറുകാർക്കാണ്, കണ്ണൂർ സ്ക്വാഡിനാണ്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിലും പരാതികൾ കുറച്ച്, പരാതികളുടെ ബാഹുല്യങ്ങൾ ഇല്ലാതാക്കി നമ്മൾ കുറച്ചുകൂടി സിസ്റ്റമൈസ് ചെയ്ത് കൊണ്ടുപോകണം. അത് മാറി മാറി വരുന്ന ഏത് ഗവൺമെന്റുകളാണെങ്കിലും അത് ചെയ്യുന്നുണ്ട്. എല്ലാവരും മാറി മാറി വരുന്നവർ ചെയ്യുന്നുണ്ട്. പക്ഷെ കുറെ കൂടി ഭംഗിയായി അത് ചെയ്യണം എന്നൊരു അഭ്യർത്ഥന മാത്രം മുന്നോട്ട് വയ്ക്കുന്നു. അടുത്ത വർഷം പുതുക്കിയ മാനുവൽ അനുസരിച്ചായിരിക്കും കലോത്സവം എന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഈ സമ്മാനാർഹരായിട്ടുള്ള ഗ്രേഡ് വാങ്ങുന്ന കുട്ടികൾക്ക് 1000 രൂപ വെച്ചാണ് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് അടുത്ത വർഷം മുതൽ വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യം കൂടി ഞാനിവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. പഴയ ഒരു മാനുവൽ അനുസരിച്ചാണ് ഇവിടെ മത്സരം നടക്കുന്നത്. മാനുവലിന്റെ പരിഷ്കാരം നടത്തുകയും പുതിയ മാനുവൽ അനുസരിച്ചായിരിക്കും അടുത്ത വർഷം മത്സരം നടക്കുന്നെന്നുള്ള കാര്യം കൂടി ഞാനിവിടെ പറയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. പതിവ് തെറ്റാതെ മികച്ച സ്കൂളിനുള്ള ട്രോഫി പാലക്കാട് ആലത്തൂർ BSS ഗുരുകുലം സ്കൂൾ സ്വന്തമാക്കി. 5 നാൾ നീണ്ടുനിന്ന കലാമാമാങ്കത്തിന് കൊല്ലത്ത് കൊടിയിറങ്ങിയപ്പോഴും ആവേശവും ആരവങ്ങളും അടങ്ങിയിരുന്നില്ല. 24 കൊല്ലം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒന്നാമതെത്തിയ കണ്ണൂരിന്റെ സ്വർണ്ണത്തിളക്കത്തിന് മാറ്റുകൂട്ടി 24 ചാമ്പ്യൻസ് ട്രോഫി. മന്ത്രി ജെ ചിഞ്ചുറാണിയാണ് ജേതാക്കൾക്ക് 24ന്റെ പ്രത്യേക പുരസ്കാരം കൈമാറിയത്. കലോത്സവ നഗരിയിൽ 24 പവലിയനിൽ ആവേശം അതിന്റെ കൊടുമുടിയിലെത്തി. പ്രധാന വേദിയിൽ നിന്ന് സ്വർണ്ണക്കപ്പുമായി കണ്ണൂർ ജില്ലാ ടീം നേരെയെത്തിയത് 24 പവലിയനിലേക്ക്. ആർപ്പുവിളികളോടെ കാണികൾ ടീമിനെ വരവേറ്റു. 24 ഒന്നാമന്മാർക്കായി ഒരുക്കിയ ചാമ്പ്യൻസ് ട്രോഫി മന്ത്രി ജെ ചിഞ്ചുറാണി കണ്ണൂരിന് സമ്മാനിച്ചു. സ്കൂളുകളിൽ ചാമ്പ്യന്മാരായ ആലത്തൂർ BSS ഗുരുകുലവും ഘോഷയാത്രയോടെ ആദ്യമെത്തിയത് 24-ൽ. ടീം എത്തിയതും 24 പവലിയന് മുന്നിൽ ഉത്സവാഘോഷം. എ ഗ്രേഡ് ജേതാക്കളിൽ നിന്ന് തെരഞ്ഞെടുത്ത 40 പേർക്ക് അൽ മുക്താദിർ ഗ്രൂപ്പും 24ഉം ചേർന്ന് നൽകുന്ന സ്വർണ്ണ നാണയങ്ങളും വിതരണം ചെയ്തു. ടീം 24 കൊല്ലം. കലോത്സവ സമാപന വേദിയിൽ 24 വാർത്ത പരാമർശിച്ച് നടൻ മമ്മൂട്ടി. വെള്ള ഷർട്ടും മുണ്ടും ധരിച്ച് ചടങ്ങിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചതിന്റെ കഥ മമ്മൂട്ടി തന്നെ പറയും.
മമ്മൂക്ക വരുമ്പോൾ ഏത് ഡ്രസ്സിലായിരിക്കും വരിക? മമ്മൂട്ടി എപ്പോഴും അപ്ഡേറ്റ് ആണ്. നമുക്ക് ഈ ആൾക്കാരോട് ചോദിക്കാം, മമ്മൂക്ക ഏത് വേഷത്തിലായിരിക്കും എത്തുക എന്നുള്ളത്. മമ്മൂക്ക ഏത് ലുക്കിലായിരിക്കും വരിക? മമ്മൂക്ക ഏത് ലുക്കിലാന്ന് വെച്ചാൽ മുണ്ടും ഷർട്ടും ആയിരിക്കും. വിന്റേജ് ആയിട്ട് വരുന്നതാണ് അതിൻ്റെ ഒരു ഇത്. ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പം അതല്ലേ ട്രെൻഡിങ്. ഞാൻ വരാമെന്നുള്ള കാര്യം തീരുമാനിച്ചപ്പോഴാണ് ഞാനൊരു വീഡിയോ ക്ലിപ്പ് കാണുന്നത്. നാളെ മമ്മൂക്ക ഏത് വേഷത്തിലായിരിക്കും വരിക എന്ന് ഊഹിക്കാൻ പറ്റുമോ? മുണ്ട് ഷർട്ട് മുണ്ട് നല്ലൊരു മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് നമ്മൾ ഇത്രയും പേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മമ്മൂട്ടി എന്ത് ഉടുപ്പിട്ടിട്ടായിരിക്കും ഈ പരിപാടിക്ക് വരിക? അപ്പം ഞാൻ ഏതായാലും അതിനു മുമ്പ് ഒരു നല്ല പാൻറ്റും ഒക്കെ വെച്ച് അത്യാവശ്യം ഈ യുവാവാകണമല്ലോ, നേരെ ഒരു പുതിയ പാൻറ്റൊക്കെ തയ്പ്പിച്ച് ഒരു ഷർട്ടും വേണമെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസ് വരെ വെക്കാം എന്നുള്ള ധാരണയിൽ എല്ലാം റെഡിയാക്കി വെച്ചപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ അവരൊക്കെ പറയുന്നത്, അവർ പ്രതീക്ഷിക്കുന്നത് ഒരു മുണ്ടും വെള്ള ഷർട്ടും ഇട്ടാണ് എന്നെ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് മുണ്ടും ഷർട്ടും ആയിട്ട് തന്നെ ആയിരിക്കും. വൈറ്റ് കളർ ആയിരിക്കും എന്നൊരു ഗസ് ഉണ്ട്. രാവിലെ ഞാൻ എൻ്റെ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ ഒരു വെള്ള ഷർട്ട് കൂടെ ചേർത്ത് വെച്ചു, ഒരു മുണ്ടും. നിങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷയ്ക്കൊത്ത് അണിഞ്ഞൊരുങ്ങാൻ മാത്രമേ എനിക്ക് സാധിച്ചിട്ടുള്ളൂ. മുണ്ടും ഷർട്ടും ആയിരിക്കും. മുണ്ടും ഷർട്ടും ട്രഡീഷണൽ വേ. വൈറ്റ് ഷർട്ടും വെള്ള മുണ്ടായിരിക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത 40 പ്രതിഭകൾക്ക് അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പും 24ഉം ചേർന്ന് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനിച്ചു. 24 പവലിയനിൽ കലാപ്രകടനം നടത്തിയവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കാണ് സ്വർണ്ണ നാണയം നൽകിയത്. അൽ മുക്താദിർ ഗ്രൂപ്പിന്റെ 1 ഗ്രാം വരുന്ന അൽ ഫത്ത് സ്വർണ്ണ നാണയമാണ് വിജയികൾക്ക് സമ്മാനിച്ചത്. തിരികെ വാർത്തയിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മാലദ്വീപ് മന്ത്രിമാരുടെ പരാമർശത്തെ തുടർന്ന് രൂപപ്പെട്ട നയതന്ത്ര പ്രശ്നം അയവില്ലാതെ തുടരുന്നു. മാലദ്വീപ് ഹൈക്കമ്മീഷണർ ഇബ്രാഹിം ഷഹീബിനെ വിളിച്ചുവരുത്തി ഇന്ത്യ പ്രതിഷേധം അറിയിച്ചു. ഇന്ത്യൻ ഹൈക്കമ്മീഷണർ മുനു മഹാവർ മാലദ്വീപ് വിദേശകാര്യ മന്ത്രാലയവുമായി ചർച്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ വിവാദ പരാമർശത്തിൽ മന്ത്രിമാരായ മറിയം ഷിവൂന, മൽഷൻ, ഹസൻ സിഹാൻ എന്നിവരെ സസ്പെൻഡ് ചെയ്ത് പ്രശ്നം അവസാനിപ്പിക്കാനുള്ള മാലദ്വീപ് സർക്കാരിന്റെ നടപടി ഫലം കണ്ടില്ല. ഇന്ത്യയിലെ മാലദ്വീപ് ഹൈക്കമ്മീഷണർ ഇബ്രാഹിം ഷബീബിനെ വിളിച്ചുവരുത്തി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഇതിന് പിന്നാലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ മുനു മഹാവർ മാലദ്വീപ് അംബാസിഡർ ഡോക്ടർ അലി നസീർ അഹമ്മദുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ വിളിച്ചുവരുത്തിയതല്ലെന്നും ഉഭയകക്ഷി ബന്ധം ചർച്ച ചെയ്യാൻ മുൻ നിശ്ചയിച്ച കൂടിക്കാഴ്ചയാണെന്നും ഹൈക്കമ്മീഷൻ വിശദീകരിച്ചു. മാലദ്വീപിലേക്കുള്ള ഇന്ത്യൻ വിമാനങ്ങൾ സർവീസുകൾ റദ്ദാക്കണമെന്നും ടൂർ ഓപ്പറേറ്റർമാർ യാത്രാ പാക്കേജുകൾ റദ്ദാക്കണമെന്നും ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആഹ്വാനം ചെയ്തു. മാലദ്വീപിലേക്കുള്ള ബുക്കിംഗുകൾ റദ്ദാക്കിയതായി ഇന്ത്യൻ ട്രാവൽ ഏജൻസികൾ പ്രഖ്യാപിച്ചു. വിവാദങ്ങൾക്കിടെ 5 ദിവസത്തെ സന്ദർശനത്തിനായി മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ചൈനയിലെത്തി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി മൊയ്സു കൂടിക്കാഴ്ച നടത്തും. 24 ഡൽഹി. ഫോക്കസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.